നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽ നസർ അൽ തവൂണുമായിട്ട് കളിക്കുകയാണ്. ഈ മത്സരം അൽ നസറിൻ്റെ ഹോം മത്സരമാണ്. രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ അവാൽ പാർക്കിൽ ഈ കളി നടക്കുന്നത്. പക്ഷേ ഈ മത്സരത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് കോച്ച് സ്റ്റെഫാനോ പിയോളി പറഞ്ഞത് അദ്ദേഹത്തിന് ചെറിയ മസിൽ ഡിസ്കംഫേർട്ടിന് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തതാണെന്നാണ്. ഇപ്പോൾ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം അടുത്ത കളി വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചേക്കും, അദ്ദേഹത്തെ ഇപ്പോൾ അൽ ഹിലാലിന് ഓഫർ ചെയ്തു PIF എന്ന തരത്തിലുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അൽ നസർ വിടുകയാണോ ക്രിസ്ത്യാനോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ മത്സരം കൂടി അദ്ദേഹം കളിക്കാതിരിക്കുമ്പോൾ റൂമറുകൾ ഒന്നുകൂടി സജീവമാവുക സ്വാഭാവികമാണ്. എന്നാൽ കോച്ച് സ്റ്റെഫാനോ പിയോളി പറയുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം ഇങ്ങനെയാണ്. അൽ നസർ കോച്ച് സ്റ്റെഫാനോ പിയോളി ക്രിസ്ത്യാനോ റൊണാൾഡോയെയും മുഹമ്മദ് സിബാക്കിനെയും അൽ തവൂണിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കാരണം ഡ്യൂ ടു ദെയർ ലാക്ക് ഓഫ് ഫിറ്റ്നസ് എന്നാണ്. അവരുടെ ഫിറ്റ്നസ് പ്രശ്നമുണ്ട്, പൂർണ്ണ ആരോഗ്യവാന്മാരല്ല, മാച്ച് ഫിറ്റ് അല്ല. അതുപോലെ തന്നെ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഒഴിവാക്കുന്നത് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള ഭാഷ്യം. അത്തരത്തിലാണ് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളത് വേറെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മളതൊന്ന് പിന്നീട് പരിശോധിക്കുകയും ചെയ്യാം. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അൽ തവൂണുമായിട്ട് അൽ നസർ ഇറങ്ങുമ്പോൾ അവരുടെ ഒരു ലൈനപ്പ് ഇങ്ങനെയാവുമെന്ന് സൗദി സോഴ്സുകൾ വിവരം നൽകുന്നു. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലജാമിയും അൽ ഫാത്തിലും, ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും സുൽത്താനും, മധ്യനിരയിൽ അൽ ഹസനും ഒറ്റാവിയോയും ബ്രസോവിച്ചും, മുന്നേറ്റത്തിൽ മാനയും ഐമനും പിന്നെ ജോൺ ഡ്യൂറനും. എന്തായാലും ഓൾറെഡി സൗദി അറേബ്യയിലെ കിരീടമൊക്കെ തീരുമാനമായതാണ്. അൽ നസർ ഇപ്പോൾ 31 കളികളിൽ 63 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്താണ്. ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് അൽ ഖാദസിയെ മറികടന്ന് 3ാം സ്ഥാനത്തേക്ക് എത്താവുന്നതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.